ഗുജറാത്തും കൊൽക്കത്തയുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. 247 റൺസാണ് കൊൽക്കത്ത അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ഗുജറാത്ത് തോറ്റു. ഇന്ന് കൊൽക്കത്ത ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ, CSK, RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPL-ലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ RCB തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. 16 പോയിന്റ് RCBക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോഴും RCB പ്ലേ ഓഫിൽ എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അടുത്ത 2 മാച്ച് RCB തോറ്റാൽ അത് RCBക്ക് പണി തന്നെയാണ്. 18 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ എത്തിയെന്നത് ഉറപ്പിക്കാൻ സാധിക്കൂ. കാരണം ബാക്കി ടീമുകൾക്കും 16 പോയിന്റ് നേടാൻ സാധിക്കും. ഗുജറാത്ത് ഇപ്പോൾ 13 കളി കളിച്ചു കഴിഞ്ഞു. ഇന്ന് തോറ്റതോടുകൂടി ഗുജറാത്തിന് പണിയായിരിക്കുകയാണ്. ഗുജറാത്തിനും 16 പോയിന്റാണ്. ഇനി ഒരേ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ആ മാച്ചിലും ഗുജറാത്ത് തോറ്റാൽ അവര് ചിലപ്പോൾ മാത്രമേ പ്ലേ ഓഫ് കാണൂ. നിലവിൽ 3-ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. ഇനിയുള്ള 2 മാച്ച് ജയിച്ചാൽ ഹൈദരാബാദിനെ പ്ലേ ഓഫിലെത്താം. യാതൊരു തടസ്സവുമില്ല. ഇനി രാജസ്ഥാൻ്റെ അവസ്ഥ നോക്കിയാൽ 11 മാച്ച് കളിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 3 മാച്ചുണ്ട്. ആ 3 ജയിച്ചാൽ രാജസ്ഥാന് 18 പോയിന്റ് ആകും. നിലവിൽ രാജസ്ഥാന് 12 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഒരു മാച്ച് തോറ്റാൽ പോലും അത് രാജസ്ഥാന് പണി തന്നെയാണ്. ഇനി CSKയുടെ കാര്യമെടുത്താൽ ചെന്നൈ ഇപ്പോൾ 6-ാം സ്ഥാനത്താണ്. 12 പോയിന്റ് ചെന്നൈക്കുണ്ട്. ഇനി ബാക്കി 2 മാച്ചുണ്ട്. ആ 2 മാച്ചിലും ജയിച്ചാൽ ചെന്നൈ ടീമിന് 16 പോയിന്റ് ആകും. അങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫിലെത്താം. പക്ഷേ യാതൊരു ഉറപ്പുമില്ല. കാരണം 16 പോയിന്റ് മറ്റു ടീമുകൾക്കും നേടാൻ സാധിക്കും. അതുകൊണ്ട് ആർക്കാണോ നെറ്റ് റൺ റേറ്റ് കൂടുതൽ അവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. അതുകൊണ്ട് അടുത്ത 2 മത്സരത്തിൽ നല്ല റൺ റേറ്റിൽ ജയിച്ചാൽ CSK ടീമിന് പ്ലേ ഓഫിലെത്താം. ചുരുക്കി പറഞ്ഞാൽ ആരും തന്നെ ഇപ്പോൾ സേഫ് അല്ല. ആര് വേണമെങ്കിലും അവസാനം പുറത്താകാം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.